മന്ത്രി തന്നെ അവിടെ നേരിട്ട് പോയിരുന്നു. ഒരു പെൻസിൽ മാർക്കാണെന്നാണ് മന്ത്രി പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വയനാട് എന്തൊരു കാപഢ്യമാണ്. എന്നാണിത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്? പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തു. അവിടെ വെള്ളമില്ല, കറണ്ടില്ല, മറ്റ് കാര്യങ്ങളൊന്നുമില്ല എന്നിപ്പോൾ പറയുന്നത്. ഉള്ളതിന് ചോർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചോർച്ച പരിശോധിക്കേണ്ട ആൾ മന്ത്രിയല്ല, മന്ത്രിയുടെ ജോലിയല്ല അത്. മന്ത്രി എൻ്റെ എക്സ്പേർട്ടാണ് ചോർച്ച പരിശോധിക്കാൻ. ചോർച്ച പരിശോധിക്കേണ്ടത് എഞ്ചിനീയർമാരാണ്. ചോർച്ച ഉണ്ടെന്ന് പരിശോധിക്കേണ്ടത്. ആ ചോർച്ച പരിശോധിക്കണം. ഇപ്പോഴും ആളുകൾക്ക് താമസിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ രാഹുൽ ഗാന്ധി കല്ലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ പണി തുടങ്ങിയില്ല എന്നാണ് ഞങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണം. ഇവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത വീട്ടിൽ ആരും ഇതുവരെ താമസിച്ചിട്ടില്ലല്ലോ. ആളുകളെ താമസിപ്പിക്കാനുള്ള സ്ഥിതിയിലായിട്ടില്ല ആ വീട്. അപ്പം തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ കാപഢ്യമായിരുന്ന ഉദ്ഘാടനം. പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാക്കി പിറ്റേ ദിവസം താക്കോൽ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എത്ര ദിവസമായി ഉദ്ഘാടനം നടത്തിയിട്ട്? ഉദ്ഘാടനം നടത്തിയത് തന്നെ കാപഢ്യമാണ്. പണി പൂർത്തിയാകാതെ ഉദ്ഘാടനം നടത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ അതിനെ ആഘോഷിച്ച് കേരളം മുഴുവൻ ആയിരക്കണക്കിന് ബോർഡുകൾ വെച്ച് ഇപ്പോൾ ഒരാൾക്ക് പോലും അതിൻ്റെ അകത്ത് താമസിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ അപ്പോൾ ആരാണ് കളിപ്പിച്ചത്? ഞങ്ങളെക്കുറിച്ച് എന്താ ആക്ഷേപിച്ചത്? രാഹുൽ ഗാന്ധി കല്ലിട്ടതിൻ്റെ പിറ്റേ ദിവസം പണി തുടങ്ങിയില്ല അല്ലേ? അതല്ലേ ആക്ഷേപിച്ചത്. അപ്പോൾ ഇവർ ഉദ്ഘാടനം ചെയ്തെടുത്ത ആൾ താമസവും തുടങ്ങിയിട്ടില്ല. പിന്നെ മന്ത്രി മേശയുടെ പുറത്ത് കയറി എന്ത് നാടകമാണ്, എന്ത് നാടകമാണ്. മന്ത്രിയാണോ മേശയുടെ പുറത്ത് കയറിയിട്ട്? മന്ത്രിയാണോ ചോർച്ചയുണ്ടെന്ന് പരിശോധിക്കേണ്ടത്? പെൻസിൽ മാർക്കാണെന്ന് പരിശോധിക്കുന്ന മന്ത്രിയാണോ? ആ മന്ത്രിമാരാണോ? ഇപ്പോൾ പാലം വീണോ പരിശോധിക്കുന്ന മന്ത്രിയാണോ? മന്ത്രി ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? മന്ത്രിയല്ലല്ലോ, എഞ്ചിനീയർമാരാണ് പരിശോധിക്കേണ്ടത്. ഗുരുതരമായ ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിൽ തന്നെ. ഇത് തന്നെ ഏച്ചു കെട്ടിയ ഉദ്ഘാടനമാണ് അവിടെ നടത്തിയത്. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഞാൻ പറയല്ലോ, കാലം ഇതിനെല്ലാം കണക്ക് ചോദിക്കും. തെറ്റായ പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയതിൻ്റെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരിക. അത് പുറത്തു വരും. ഇനിയുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ. യെസ്, ഹി ഈസ് ബാക്ക്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങൾ കഴിഞ്ഞു, വോട്ടെടുപ്പ് കഴിഞ്ഞു, ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തു, ഒരു വിശ്രമ ജീവിതമൊക്കെ കഴിഞ്ഞു, ഒരു ട്രക്കിംഗ് ഒക്കെ നടത്തി വി.ഡി. സതീശൻ തിരിച്ചെത്തിയിരിക്കുന്നു രാഷ്ട്രീയ പൊതുമണ്ഡലത്തിലേക്ക്. ഇനിയുള്ള നാളുകൾ വളരെ തുച്ഛമായ നാളുകൾ, ഒരു 10-15 ദിവസം അല്ലേ? ആ 15 ദിവസം ഇവിടെ ഉണ്ടാകും. അതവിടെ നിൽക്കട്ടെ. ഹി ഈസ് ബാക്ക് ആൻഡ് ഹി വിൽ ബി നെക്സ്റ്റ് CM. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി. അടുത്തത് എന്ന് പറയാനില്ല, ഓൾറെഡി ആയിക്കഴിഞ്ഞു അല്ലേ? അടുത്തത് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സമയമുണ്ടെന്ന് വിചാരിക്കും. അടുത്തൊന്നുമില്ല, ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ വി.ഡി. സതീശൻ ഉണ്ടാകും അല്ലേ? അപ്പോൾ വളരെ കൃത്യമായിട്ട് സർക്കാർ നടത്തിയ കൊള്ളകൾ, ആ കൊള്ളകൾ തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ചർച്ചകളും. വളരെ കൃത്യമായിട്ട് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഈ പറയുന്ന രാജൻ്റെ കോപ്രായം, മേസിരി രാജൻ്റെ കോപ്രായം അല്ലേ? ഞാൻ അപ്പോഴേ ഇത് പറഞ്ഞു നിങ്ങളോട്. ഇന്നലെ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഒരു മന്ത്രി ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു ഉണ്ടെന്നുള്ള കാര്യത്തിൽ അവിടെ കൺസ്ട്രക്ഷൻ കമ്പനിയായ ഊരാളുങ്കലിന് പോലും ഒരു തർക്കവും ഇല്ല. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് വയനാട് ടൗൺഷിപ്പിൽ. അത് 1 അല്ല 2 അല്ല 3 അല്ല, പല വീടുകളിലും ഈ പ്രശ്നങ്ങൾ ഉണ്ട്. ഇന്നിപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള പല നുറുങ്ങ് വിദ്യകളുമായിട്ട് കൺസ്ട്രക്ഷൻ കമ്പനി തന്നെ നേരിട്ട് ഇറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളുള്ള ഒരിടത്തേക്ക് മന്ത്രി പോകുന്നു. മന്ത്രി പോയിട്ട് എന്താ ചെയ്യുന്നത്? മന്ത്രി പോയിട്ട് എന്താ ചെയ്യേണ്ടിയിരുന്നത്? വളരെ കൃത്യമായിട്ട് എന്താണ് പ്രശ്നമുണ്ടെന്ന് അവിടുത്തെ കൺസ്ട്രക്ഷൻ കമ്പനി തന്നെ സമ്മതിക്കുന്നിടത്ത് എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഇനി എന്താണ് സൊല്യൂഷൻ? ഇതല്ലായിരുന്നോ മന്ത്രി ചെയ്യേണ്ടിയിരുന്നത്? മറിച്ച് ആ പ്രോബ്ലം ഉണ്ട്, അവർ ആ സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത ആ മാർക്കിംഗ് മന്ത്രി പോയിട്ട് മായ്ച്ചു കളയുക. അപ്പോൾ മന്ത്രി ഇതാണോ ഒരു മന്ത്രി? ഇങ്ങനെയാണോ ഒരു മന്ത്രി? കാരണം മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവകാശവാദങ്ങളും വീരവാദങ്ങളും തകർന്നു വീഴുകയാ. അപ്പം പിടിച്ചു നിൽക്കാൻ അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ളത് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു മന്ത്രി നടത്തിയത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ? അപ്പം ഇത് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുക. മാർച്ച് 1 ഉദ്ഘാടനം ചെയ്ത് ആ നിമിഷം മുതൽ ചോദിച്ചു കൊണ്ടിരിക്കുക,
എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഉദ്ഘാടനം നടത്തിയത് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഫെബ്രുവരി 28 എന്ന് പറഞ്ഞാൽ മാർച്ച് 1 തലേ ദിവസം ഫെബ്രുവരി 28 ഇതേ വയനാട്ടിൽ ഇതേ ദുരന്ത ബാധിതർക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു 55 വീടുകളുടെ ആദ്യത്തെ 51 വീടുകളുടെ ആദ്യത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ താക്കോലുകൾ കൈമാറിയിട്ടുണ്ട്. ആ താക്കോലുകൾ കൈമാറുമ്പോൾ ആ വീടുകൾ അത്രയും വളരെ കൃത്യമായിട്ട് കരണ്ട്, വെള്ളം, ഫർണിച്ചർ എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് ആ വീടുകളുടെ കൈമാറ്റം നടത്തിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് 51 കൊടുക്കുമ്പോൾ റെഡി ടു ഒക്കുപ്പേ എന്നുള്ള രീതിയിലായിരുന്നു ആ 51ൻ്റെയും കൊടുത്തിരിക്കുന്നത്. എന്നാലോ ഈ പറയുന്ന ആളുകൾ ഇപ്പൊ സർക്കാർ കൊടുത്ത വീടുകൾ റെഡിയല്ല എന്ന് മാത്രമല്ല, കൺസ്ട്രക്ഷൻ പോലും കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് മാത്രമല്ല, എടുത്ത പണി അത് മഹാ അബദ്ധമാണ്, അത് ഡാമേജ് ഉള്ളതാണ്, അത് ഫുൾ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് മാറുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ടൊരു മന്ത്രി പേക്കൂത്ത് കാണിക്കുക, എന്നിട്ട് ഈ ദുരിതബാധിതരെ അവഹേളിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, സർക്കാർ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ കൊള്ള നടത്തിയിട്ടുണ്ട്. സതീശൻ സൂചിപ്പിച്ചത് എന്താണ്? വളരെ കൃത്യമായിട്ട് അധികാരം മെയ് 4 കഴിയുമ്പോൾ അധികാരമാറ്റം ഉണ്ടാകും. UDF സർക്കാർ അധികാരത്തിൽ വരും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ VD സതീശൻ ഉണ്ടാകും അല്ലേ? അപ്പോൾ അവിടെ എന്തുണ്ടാകും? കൃത്യമായ ഇടപെടലുകളും ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അഴിമതികൾ ഓരോന്നായിട്ട് പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എല്ലാം കാലം കണക്ക് പറയിപ്പിക്കും എന്ന് സതീശൻ പറയുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി ഡാറ്റകൾ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ് സതീശൻ ഈ വാക്കുകൾ പറയുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മളെല്ലാം കരുതും പോലെ ഒന്നല്ല, എല്ലാ ഡാറ്റകളും കൈവശപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇത്തരത്തിൽ സതീശൻ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതുപോലെ ശവന്തീനികളെ തൂക്കുമെന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം മണിച്ചിത്രത്തായ പൂട്ടുകയും ചെയ്യും. തൂക്കുക മാത്രമല്ല, ആ മണിച്ചിത്രത്തായിട്ട് പൂട്ടുകയും ചെയ്യും ഇവറ്റകളെ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വയനാട്ടിലെ ദുരിതബാധിതരുടെ കാര്യത്തിൽ ഈ ഒരു ആത്മാർത്ഥതയുടെ, ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു കണിക, ഒരു കടുകുമളിയോളം ഉണ്ടായിരുന്നോ ഇവർക്ക്? സർക്കാരിന് ഉണ്ടായിരുന്നോ? ഞാൻ ഇവർക്ക് എന്ന് പറയുമ്പോൾ സർക്കാരിനാണ്. കേരളത്തിലെ സർക്കാരിന്, പിണറായി വിജയൻ സർക്കാരിന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെന്നുള്ളതാ. അത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാവുക. മാർച്ച് 1 താക്കോല് കൊടുത്തിരുന്നെങ്കിൽ ആ താക്കോല് കിട്ടിയ ഉടനെ ഈ ദുരന്തബാധിതർ ആ വീടുകളിൽ കയറി താമസം തുടങ്ങിയേനെ. അതിനൊന്നും ഒരാൾക്ക് പോലും താമസിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഇവരുടെ ആത്മാർത്ഥത ഇതിൽ എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഇപ്പോഴെന്താ പ്രശ്നം? ഇപ്പോൾ PR വർക്കുകൾ ഓരോന്നായിട്ട് പൊളിയുകയാണ്. ഓരോന്നായിട്ട് PR വർക്കുകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ PR വർക്കുകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത്? സ്വാഭാവികമായിട്ടും PR വർക്കുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ മാനദണ്ഡമാക്കി പറഞ്ഞ ഓരോ കാര്യങ്ങളും പൊളിയുമ്പോൾ ഇതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത ഈ മന്ത്രിമാർക്കുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മന്ത്രിമാർ പോയിട്ട് പേപ്പർ ഇട്ട് നോക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവിടെ ചോർച്ചയുണ്ട് എന്ന് കൺസ്ട്രക്ഷൻ കമ്പനി സമ്മതിക്കുന്നു. അവിടെ ആ കൺസ്ട്രക്ഷൻ കമ്പനി ചോർച്ചയുള്ള ഭാഗം പ്രത്യേകം മാർക്ക് ചെയ്ത് വെക്കുന്നു. ശരി, സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിരിക്കാം. അപ്പോൾ അത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് മന്ത്രി പോയിട്ട് പറയാ അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല, ആ മാർക്ക് ചെയ്തതൊക്കെ മായ്ച്ച് കളയാ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ തത്രപ്പാടും ഈ വെപ്രാളവും എന്തുകൊണ്ടാ? PR വർക്കുകൾ പൊളിയാണ്. മാർച്ച് 1 താക്കോല് കൈമാറി എന്ന് പറഞ്ഞ് പ്രതീകാത്മക ഉദ്ഘാടന മാമാങ്കം നടത്തി കോടികൾ പൊടി പൊടിച്ചു എന്നല്ലാതെ ഈ മാർച്ച് 1 താക്കോല് കൊടുത്തത് കൊണ്ട് ഏതെങ്കിലും ഒരുത്തന്, ഈ ഗുണഭോക്താക്കളിലുള്ള ഏതെങ്കിലും ഒരുത്തന് വീട്ടിൽ കയറി കിടക്കാൻ സാധിച്ചോ? ഇല്ല. അപ്പോൾ അന്ന് താക്കോല് കൊടുത്തപ്പോൾ പറഞ്ഞു മാർച്ച് 31 നിങ്ങൾക്ക് കയറി കിടക്കാം.
മാർച്ച് 31 പറഞ്ഞു ഇല്ല, വിഷുവിന് മുമ്പ് കയറി കിടക്കാം. ഇപ്പൊ വിഷു കഴിഞ്ഞപ്പോൾ പറയുന്നത് എന്താ, ഒക്ടോബർ 31 വരെ സമയമുണ്ട്, കരാറുണ്ട്, അതിന് മുൻപായിട്ട് തീർക്കും. തീരുവോ? തീരൂല. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാരണം എന്താ, ഇതിലെ നമുക്കിതിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യണമെന്ന് പറയാറില്ലേ, ആ മനസ്സിന്റെ അറിവില്ല, ആത്മാർത്ഥതയില്ല. അത് തന്നെയാണ് പ്രശ്നം. ജനങ്ങളെ കബളിപ്പിക്കുക, കേരളത്തിന്റെ പൊതുസമൂഹത്തെ കബളിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. എസ്പെഷ്യലി തെരഞ്ഞെടുപ്പിന് മുമ്പ്, ജനം പോളിംഗ് ബൂത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ പൊട്ടന്മാരെ ഒന്നുകൂടി പൊട്ടന്മാരാക്കണം എന്നുള്ളത് തന്നെയായിരുന്നു വിജയന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിനു വേണ്ടിയുള്ള തത്രപ്പാടുകളിലായിരുന്നു ഈ കാട്ടിക്കൂട്ടിയത് അത്രയും. അല്ലെങ്കിൽ ഒരു രീതിയിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോലും കയറി കിടക്കാൻ പറ്റൂല ആ വീട്ടില്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. കാരണം എന്താ, ഇപ്പോ വെള്ളമുണ്ടോ? വെള്ളമില്ല. കറണ്ട് ഉണ്ടോ? കറണ്ട് ഇല്ല. രാവിലെ എണീച്ച് അപ്പിയിടാനുള്ള സൗകര്യം ഉണ്ടോ? ഇല്ലെന്നേ. അവിടെ ബാത്റൂമിൽ ക്ലോസറ്റ് ഉണ്ട്. ഈ അപ്പി എങ്ങോട്ടാ പോണ്ടത്? കൈയും കൊണ്ട് എടുത്ത് വാരി കളയേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കയറി കിടക്കാൻ പറ്റുമോ? അതും പറ്റൂല. എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും താമസയോഗ്യമല്ലാത്ത വീടുകളുടെ താക്കോല് കൊടുത്തത് തന്നെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയായിട്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല നാടകങ്ങളും കളിച്ചിട്ടുണ്ട്. ഇപ്പൊ വയനാട് ജില്ലാ കളക്ടർ അന്ന് നറുക്കെടുപ്പ് കിടക്കുക, 178 ആളെ. അന്ന് ആ വേദിയിലിരുന്ന് കരയുക. എന്തിന് കരയണേ? ആർക്ക് വേണ്ടി? കരഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ എന്തോ ഞങ്ങൾ വലിയ സംഭവമാണ്, ഞങ്ങൾക്ക് വലിയ ആത്മാർത്ഥതയാണ്, ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്, ആനന്ദ കണ്ണീരാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കരയുക. എന്തിന്? താക്കോല് കൊടുത്തു എന്ന് പറഞ്ഞ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ട് 1.5 മാസം പിന്നിട്ടിട്ടും ഒരു വഴിയുമില്ല, ഒരു മാർഗവുമില്ല, ഒരു രക്ഷയുമില്ല. കിട്ടിയെന്ന് പറയുന്ന ആൾ കിട്ടിയിട്ടില്ല കേട്ടോ. താക്കോല് കൊടുത്തോ? നെവർ. അത് വാക്കില് മാത്രമായിരുന്നു താക്കോൽ കൈമാറ്റം എന്നുള്ളത്. താക്കോൽ ആർക്കും കൊടുത്തിട്ടില്ല. എന്നിട്ടും 1.5 മാസം പിന്നിടുക. അപ്പൊ ഈ 1.5 മാസം മുമ്പ് എന്തിനാണ് ഉദ്ഘാടനം ചെയ്തത്? ഈ 1.5 മാസം കഴിഞ്ഞിട്ടും കയറി കിടക്കാൻ പറ്റില്ല. അപ്പൊ 1.5 മാസം മുമ്പ് അതിന്റെ അവസ്ഥ എന്തായിരുന്നു? അപ്പോ സതീശൻ വരും. വിജയനും അടിമകളും മനസ്സിലാക്കേണ്ടത് 10 ദിവസം കൂടിയാവുള്ളൂ ആ കസേരക്ക് കാലാവധി. 10 ദിവസം കഴിയുമ്പോൾ സതീശൻ വരും. സതീശൻ വന്നു കഴിഞ്ഞാലോ ഈ പറയുന്ന കൊള്ളകൾ ഓരോന്നോരോന്നായി വലിച്ച് പുറത്തേക്കിടും. കണക്ക് പറയിപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വിജയനും വിജയന്റെ അടിമകൾക്കും ഒരു തർക്കവും വേണ്ട.